അപ്പോൾ പിന്നെ എന്താണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്? നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതെ, നമ്മളുടെ ആദ്യത്തെ സിനിമയെ പറ്റിയുള്ള ഒരു പോഡ്കാസ്റ്റ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് ആണ് ശരിക്കും നമ്മുടെ ആദ്യത്തെ ഡിബേറ്റ് പോഡ്കാസ്റ്റ് എന്ന് അതെ, പറയുന്നത്. ഫസ്റ്റ് ഡിബേറ്റ്, അതായത് കഴിഞ്ഞ ഡിബേറ്റ് പോഡ്കാസ്റ്റ് അത്ര ഡിബേറ്റിംഗ് ആയിരുന്നല്ലോ, പക്ഷെ ഇത് കുറച്ച് ഡിബേറ്റിംഗ് ആയിരിക്കും. ഇത് ശരിക്കും അതെ, യു വേഴ്സസ് മീ. അതായത് ഡിസ്ക്ലെയിമർ ഒന്നുമില്ല. അതെ, അതാണ് നമ്മൾ ഡിസ്ക്ലെയിമർ ഒന്നുമില്ല, സ്കിപ്പ് ചെയ്യാനാണ്. അതെ. അതായത് കുറച്ച് ദിവസം മുമ്പ് അഭിനൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞ് എടാ ഒരു കിടിലൻ പടമുണ്ട് അനിമൽ. അപ്പം ഞാൻ നോക്കിയപ്പോൾ അനിമൽ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ട് കുറേ ക്രിറ്റിസിസം കിട്ടിയൊരു പടമുണ്ട് രൺബീർ കപൂറിൻ്റെ. എനിക്ക് അതിന്റെ ഡയറക്ടർ സന്ദീപ് റെഡ്ഡി വാങ്കയാണ്. അപ്പം ഞാൻ ഈ പടം കണ്ടിട്ടില്ല. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞാണ് എടുത്ത് കിടിലൻ പടമാണ്, നീ പോയി കാണുമെന്ന് പറഞ്ഞ്. അങ്ങനെ പോയി കണ്ടു. അതെ, അങ്ങനെ ഞാൻ ആ പടം 3 മണിക്കൂറിരുന്ന് കണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയ റെസ്പോൺസ് ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചാ മോനെ പൊളി എന്നൊക്കെ വിചാരിച്ച്. കുറച്ച് കഴിഞ്ഞത് എന്താണ് ഇവന് കാണിക്കണത്? ഇതാണ് അതായത് റൺ വിജയിനോടുള്ള പ്രശ്നമാണോ നിനക്ക്? സിനിമ എങ്ങനെയുണ്ടായിരുന്നു? മാസാണ് പടം ഭയങ്കര. പക്ഷെ എനിക്കതല്ല ഈ പടം ഇഷ്ടപ്പെടാതെ. എനിക്ക് ഡയറക്ടർ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, ഡയറക്ടർ സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് ഇതിൽ ഒട്ടും പിടിക്കാത്ത സാധനം. അതായത് എനിക്ക് തോന്നുന്നു അനിമലിൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിമർശിക്കണത് മറ്റേ ഒരു മാൻ വേഴ്സസ് വുമൺ ആൽഫാമയിൽ അങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ടാണ്. പക്ഷെ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ പൊളിയണം അതൊന്നുമില്ല. എടാ ഒരു പൈസ ഉള്ളവന് ജന്തു കാണിക്കുക. അല്ല, എൻ്റെ അഭിപ്രായം ഈ സിനിമ എന്നെ സംബന്ധിച്ച്, ഇപ്പം ഇനിയിപ്പോൾ എൻ്റെ പോയിന്റ്, എന്നെ സംബന്ധിച്ച് അനിമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസിക് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതെങ്ങനെ ശരിയായി? ക്ലാസിക് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചത്? ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ഫിലിം ക്ലാസിക്? ഇപ്പം ഒരാൾക്കല്ല ക്ലാസിക് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എന്നാ പറഞ്ഞത്. എന്നെ സംബന്ധിച്ച്, അതായത് ഇറ്റ്സ് എന്നെ സംബന്ധിച്ച് നിന്നെ സംബന്ധിച്ച് ക്ലാസിക് അങ്ങനെ ഞാൻ പറഞ്ഞേ. നീ വീഡിയോ ഒന്നോട് റീപ്ലൈ ചെയ്ത് നോക്കണം. എന്നെ സംബന്ധിച്ച് തന്നെ ഞാൻ പറഞ്ഞത്. അല്ല, അതായത് നിന്നെ സംബന്ധിച്ച് ഇത് എങ്ങനെ ക്ലാസിക്? അതെ, എങ്ങനെ ക്ലാസിക് ആയി എന്നുള്ളത്. നമുക്കൊരു സിനിമ കാണുമ്പോൾ ക്ലാസിക്, ഇപ്പം എന്നെ സംബന്ധിച്ച് ക്ലാസിക് ആവുമെന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസ് തരിക ആ പടം. ഈ സിനിമ കണ്ടിറങ്ങി വന്നപ്പോൾ ഭയങ്കര ഫ്രഷായി ഫീൽ ചെയ്തു. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്തത്. എന്തോ ഒരു പുതിയൊരു സാധനം കണ്ടൊരു ഫീൽ ചെയ്യും. ആ ഫോർമാറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് വർക്കായി. അതായത് എന്തോ ഒരു പുതിയൊരു സാധനം, അത് നല്ലൊരു പുതിയൊരു സംഭവം കണ്ട് ഇറങ്ങി വന്നൊരു ഫീൽ. ക്ലാസിക് ആവോ? അതായത് അവർക്കൊരു ക്ലാസിക് ആണെന്നല്ല, എന്നെ സംബന്ധിച്ച് അനിമൽ എനിക്കൊരു ക്ലാസിക്കാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണോ അതൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ ആ സിനിമേനെ പറഞ്ഞിട്ട് റൺ വിജയ് സിംഗ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അതിനകത്ത് കറക്റ്റായിട്ടൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ, ഗ്രേ പോലും അല്ല, ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറായിട്ട് തന്നെയാണ് ഡയറക്ടർ പോർട്രേ ചെയ്തിട്ടുള്ളത്. നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്, പക്ഷെ ഡയറക്ടർ ഇയാളെ പോർട്രേ ചെയ്തേക്കണത് അങ്ങനെയല്ല. അതെങ്ങനെ പറയാൻ പറ്റും? ഓക്കെ, നീ പറയണ്ട, കാണാൻ പറ്റൂല. അതിൻ്റെ അകത്ത് മിക്കയിടങ്ങളിലും നായകൻ നെഗറ്റീവ് ചെയ്യുമ്പോഴും നായകന്റെ സൈഡിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈഡ് ഡയറക്ടർ ഇടുമായിരിക്കും. ഇപ്പൊ റോക്കി ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും റോക്കിയുടെ റോക്കിയുടെ സൈഡിലും നമുക്ക് ഇമോഷണലി കണക്ട് ആവുന്ന ഒരു സാധനം ഉണ്ടാവും. ഇപ്പൊ റോക്കി KGF പിടിച്ചടക്കാൻ പോകുന്നു ഈ കാര്യത്തിൽ. അപ്പൊ ഓക്കെ, അവൻ അമ്മക്ക് കൊടുത്ത വാക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണത്തിന്റെ അധിപനായിട്ട് മരിക്കും എന്നുള്ള സാധനം. റോക്കി കുറെ പേരെ കൊല്ലുന്നു, അവന്റെ ആഗ്രഹത്തിന് വേണ്ടി, അവന്റെ സ്വപ്നത്തിന് വേണ്ടി അവൻ കൊല്ലുന്നു. അപ്പോഴും നമുക്കൊരു കണക്ഷൻ കിട്ടും റോക്കിയായിട്ട്. പക്ഷെ ഇവിടെ അനിമലിൽ വരുമ്പോ ഇവൻ വന്നിട്ട് പണ്ട് കുരങ്ങന്മാർക്ക് ഈ പറഞ്ഞ പോലെ ആൽഫാ മെയിൽസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് കുരങ്ങന്മാര് ചൂസ് ചെയ്തിരുന്നത്, പെൺകുരങ്ങൾ സ്വീകരിച്ചിരുന്നത്. നിനക്ക് ബിഗ് പെൽവിസ് ഉണ്ട്, എന്റെ ഹെൽത്തി ബേബീസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ നിന്റെ ഇത് ഇങ്ങനെ പറയുന്ന, അതായത് പക്ക ഒരു എന്താ പറയുക, പക്ക നെഗാണ് അയാള്. നെഗാണ്. അതാ പറഞ്ഞേ, അങ്ങനെ ഒരുത്തന്റെ കഥയാണ് സന്ദീപ് റെഡ്ഡി വാങ്കാനത്ത് പറഞ്ഞേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇയാൾ ചെയ്യുന്നത് എന്താ, ചേച്ചീനെ കമന്റ് ചെയ്യുന്ന ഈ പറഞ്ഞ ഒരുത്തനെ അന്വേഷിച്ച് ടീനേജർ ആയിരിക്കുന്നവൻ AK-47 എടുത്തുകൊണ്ട് കോളേജിലോട്ട് പോകുന്നു, ചേച്ചിയുടെ കോളേജിൽ പോകുന്നു. അവിടെ ചെന്നിട്ട് ഈ ചെയ്തവനെ കാറടിച്ചിടുന്നു. ഇതൊക്കെയാണ് എനിക്കിതിലെ അതായത് ഇവര് ഇതിനെ പോർട്രേ ചെയ്യുന്ന രീതിയാണ്. അതായത് മാസമായിട്ട് കാണിക്കുന്നുണ്ടാണോ? അങ്ങനെ മാസമായിട്ട് കാണിച്ചു പോകുന്നുണ്ട്. ഇതിന്റെ പ്രശ്നം തന്നെ ഇതിന്റെ എൻഡിലാ. അതായത് ഇപ്പോഴല്ല ഇത് പ്രശ്നമാണത്. ഇങ്ങനെ മാസമായിട്ട് കാണിച്ചു പോയിട്ട് കുറച്ച് കഴിഞ്ഞ് ഇവന്റെ അച്ഛൻ പറഞ്ഞു നീ ക്രിമിനലാണ്. ഓക്കെ, അപ്പം നമ്മൾ വിചാരിക്കുമോ അവര് അങ്ങനെയാണ് അതിനെ കാണുന്നത് നമ്മൾ വിചാരിക്കും. അപ്പം നീ ഒന്ന് ആലോചിക്കും, ഒരുത്തൻ കമന്റ് അടിക്കുന്നു, കമന്റ് അടിക്കണ തൂക്കിക്കൊല്ലാൻ ഭാഗത്തിലുള്ള ശിക്ഷയല്ല. ഇപ്പം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് കംപ്ലൈന്റ് ചെയ്യാം. അതാണ് എന്നെ ചെയ്യേണ്ടത്. ഇയാളെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കണേ. അപ്പം എന്നിട്ട് അതിനെ മാസമായിട്ട് കാണിക്കുന്നുണ്ട്. അത് മാസമായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും, തോന്നുന്നുണ്ട്. കറക്റ്റായിട്ട് അത് മാസമായിട്ട് നമുക്ക് തോന്നുന്നു, പൊളി നമുക്ക് തോന്നും. അപ്പം അംഗീകരിക്കാൻ പറ്റില്ല. അംഗീകരിക്കാൻ പറ്റാത്ത അവിടെയല്ല.
അല്ല ആ സീൻ നിനക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് നീ ആ സീൻ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അത് അങ്ങനെയല്ല അത് പോർട്രേ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഒന്ന് ഇന്റർപ്റ്റ് ചെയ്തോട്ടെ. ജയിലർ ഇഷ്ടമാണോ? രാഹുൽ ഈശ്വർ വിളിക്കണം. ഓക്കെ, ജയിലർ ഇഷ്ടമാണോ? ഓക്കെ, നല്ല പടമാണ്. ഓക്കെ, ജയിലറിൽ മരുമോളെ കമന്റ് അടിച്ച് ഒരുത്തന്റെ തല വെട്ടുന്നുണ്ട്. മരുമോളെ കമന്റ് അടിച്ചതല്ല, ആണ് അല്ല. അതായത് ആ സീൻ ബിൽഡ് ചെയ്തുകൊണ്ട് തന്നെ ഇയാളുടെ ഫാമിലിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇയാളുടെ മോനെ കൊന്നാണ്. ഇയാളല്ല തല വെട്ടുന്ന ആളല്ല. അല്ലല്ല, മോനെ കൊന്ന് എന്നുള്ളൊരു സ്റ്റേജിൽ എത്തി നിൽക്കണ ഒരാള്. അയാളുടെ മാനസികാവസ്ഥ അവിടെ ഭയങ്കരമായിട്ട് പോർട്രേ ചെയ്യുന്നുണ്ട്. ഇയാൾ നോർമലായിട്ട് ജീവിച്ചിരുന്ന ഒരാൾ അങ്ങനെ ഒരു സിറ്റുവേഷനോട്ട് അയാളെ തള്ളിക്കൊണ്ടുവന്നിട്ട് ഓണെ വെർജ് ഓഫ് ഒരു സംഭവത്തിൽ ഇയാളെ ട്രിഗർ ചെയ്യുമ്പോൾ ഇയാളുടെ റിയാക്ഷൻ ആയിട്ടാണ് അതിനെ കാണിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അതിനെ കാണിക്കുന്നത്. ഈ സംഭവം കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ വിനായകന്റെ അടുത്തോട്ട് രജനീകാന്തിന്റെ ക്യാരക്ടറിനെ കൊണ്ടുപോയി കഴിയുമ്പോൾ പുള്ളി പറയുന്നുണ്ട്, അതായത് അങ്ങനെ ഒരു ഇത്രയും കാര്യങ്ങളുള്ളതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയതാണ് എന്ന് പുള്ളി പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ വിടണം എന്ന് പറയുന്നുണ്ട്. അപ്പം ആ സാധനത്തിന് അവർ കൊണ്ടുവന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആരെയും കൊല്ലാം, ഞാൻ കൊല്ലും എന്നുള്ളതല്ല അവിടെ. അങ്ങനെയല്ല അവരെന്നെ പോർട്രേ ചെയ്ത്. അവരെന്നെ പോർട്രേ ചെയ്തത് ഒരാൾ അറ്റേ പോയിന്റ് ട്രിഗർ ആയിട്ട് അയാളത് ചെയ്തു. ആ സീനിലൊരു പ്രശ്നമുണ്ടല്ലോ, ഈ പറഞ്ഞോട്ട് അങ്ങനെ ആക്സിഡന്റലി ആണെങ്കിൽ ഈ പറഞ്ഞോട്ട് കത്തിയും കൊണ്ട് ഇയാൾ നടക്കേണ്ട കാര്യമുണ്ടോ? ജയിലറുടെ ക്യാരക്ടർ ഇയാള് വണ്ടിയിൽ വെച്ചിരുന്നേച്ച ആള് ഇവരെ കറക്റ്റായിട്ട് പുറകെ കൊണ്ടുവന്നിട്ട് നേരെ തിരിച്ച് വെട്ടിയിട്ട് മാസ് ഡയലോഗ് അടിച്ചോട്ട് ചിരിച്ചോണ്ടാ പോകുന്നത്. അവിടെ പക്ക മാസ് പരിപാടി തന്നെയാണ് ഡയറക്ടർ ബിൽഡ് ചെയ്തത്. ഞാൻ പറയട്ടെ മാസ് പരിപാടി തന്നെ ബിൽഡ് ചെയ്തേക്കുന്നത്. അതായത് സ്വന്തം കുടുംബത്തിലുള്ള ഒരാളെ പറ്റി കമന്റ് ചെയ്തു, അല്ലെങ്കിൽ മോൻ മരിച്ചതിനെ പറ്റി കമന്റ് ചെയ്തു ഒരുത്തനെ തല വെട്ടി കൊല്ലാണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ സ്വന്തം ചേച്ചീനെ ഇൻസൾട്ട് ചെയ്ത അവൻ പറയടാ, അവന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അവൻ പറയുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത്, അതായത് സ്വന്തം മോൾക്കൊരു പ്രശ്നം വന്നിട്ട് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയും വലിയ സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത്. ഇവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഇവിടെ ഇവന്റെ ഫാമിലിയാണ് കൺസേൺ. ഇവന്റെ ഫാമിലി ഇവന്റെ ചേച്ചി കിടന്ന് കരയുന്നു. ഇവൻ അത്രയും പ്രിയപ്പെട്ട, ഇവൻ അത്ര ഇഷ്ടമുള്ള ചേച്ചി, ഒരാളെ കൊല്ലാം. അവനാരും കൊല്ലുന്നില്ലോ. ഒരുത്തരെ വണ്ടി ഇടിച്ചിട്ട് വണ്ടി ഇടിച്ച അവൻ കൊല്ലാൻ വേണ്ടി വണ്ടി ഇടിപ്പിച്ചു. അങ്ങനെയാണോ കൊല്ലാൻ വേണ്ടി വണ്ടി ഇടിക്കുന്നത്? അവൻ വന്ന് വണ്ടി ഇടിച്ച് തെറിപ്പിക്കല്ല, ചുമ്മാ തട്ടിട്ട് പോയെന്ന്. അതെന്തുകൊണ്ട് ഇവൻ ചത്താലും ഇനി കുഴപ്പമില്ല എന്നുള്ളതല്ലേ പറഞ്ഞു. ഇവൻ ചത്താലും ഞാൻ ചോദിക്കട്ടെ, ഇവൻ ചത്താലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവനെ വണ്ടി ഇടിക്കണതും അവനെ കൊല്ലാൻ നോക്കണം തമ്മിൽ വ്യത്യാസമില്ല. ഞാൻ ചോദിക്കണത്, അവന്റെ ചേച്ചിനെ ഇൻസൾട്ട് ചെയ്ത് ഒരുത്തനെ വണ്ടി ഇടിച്ച് കിട്ടുക. ഉദാഹരണം പറയട്ടെ, ഇപ്പൊ നിനക്കൊരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യണം, ഒരുത്തനെ കൊല്ലാൻ വേണ്ടിയാണെങ്കിൽ അങ്ങനെയാണോ കാർ ഓടിക്കുന്നത്? ഇടിച്ച് തെറിപ്പിച്ച് വിട്ട് അവന്റെ മേത്തൂടി വണ്ടി, അല്ല അവിടെ വീണ് കിടക്കുന്നവന്റെ മേത്ത് വണ്ടി അരച്ച് കയറ്റി കൂടെ അവൻ അങ്ങനെയായിരുന്നെങ്കിൽ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നിനക്ക് ചോദിക്കാം, എനിക്ക് അതിന് ഞാൻ മറുപടി പറയാനുള്ള അല്ല ഞാൻ ചോദിക്കുന്നത്, അതിന് ഞാൻ മറുപടി പറയാനുള്ള ഒന്നാമത്തെ കാര്യം മറുപടി പറയാന്നുള്ളത് മര്യാദ. അല്ല അതിന്റെ ഞാൻ ചോദിക്കുന്നത് എന്തിനു മറുപടി പറയണം? ഇത്രയുള്ളൂ. അതിന്റെ മുകളിലോട്ട് നമ്മ അതിനകത്ത് എടുക്കണ്ട. ഇവൻ ചെയ്യുന്ന എന്താ, സ്വന്തം ചേച്ചിനെ ഇൻസൾട്ട് ചെയ്ത് ഒരുത്തനെ പോയിട്ട് അവൻ പോകുന്ന വഴിക്ക് പിന്നെയും ഇവര് ചൊറിയാൻ വരുന്നുണ്ട്. ഈ പറഞ്ഞ ഇവൻ പോയിട്ട് ഓക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ചേച്ചിനായിട്ട് പോകുന്ന വഴി ഇവര് ചൊറിയാൻ വരുന്നുണ്ട്. ചൊറിയാൻ വരുന്ന സമയത്ത് ഇവൻ നേരെ തിരിച്ചിട്ട് അവരെ വണ്ടി ഇടിച്ചിട്ടുണ്ട്. ഞാനിപ്പോഴും ഞാനും നെഗ് ക്യാരക്ടർ തന്നെയല്ലേ പറയുന്നത്. ഞാൻ പറയുന്നത്, നീ ഒരു സിനിമയിൽ, ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്രേ ഉള്ളൂ, ഒരു സിനിമയിൽ നിനക്ക് ആ സീൻ ഓക്കെ നിനക്ക് നെഗായിട്ട് തോന്നി. ജയിലറിൽ ഇതേപോലെ തന്നെ വേറൊരു സീൻ, ഇതിന്റെ വേറൊരു വേർഷൻ ഉണ്ട്, അത് നിനക്ക് ഇഷ്ടമുള്ള പടത്തിലാണ്. അവിടെ ഞാൻ പറഞ്ഞു അവിടെ അത് വ്യത്യാസമുണ്ട്. അതിന് തമ്മിൽ ഒരു വ്യത്യാസമില്ല. അത് കഴിഞ്ഞിട്ട് ഇവൻ, അതായത് അത് കഴിഞ്ഞിട്ട് രൺബീർ കപൂറിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ, എൻ്റെ അനിയത്തിനെ അല്ലെങ്കിൽ എൻ്റെ ചേച്ചീനെ ഇതാക്കാൻ നോക്കിയാണ് ഞാൻ ചെയ്തത്, നിങ്ങൾ എന്താ ചെയ്യാത്തതെന്ന് എൻ്റെ അച്ഛനടുത്ത് ചോദിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് രജനീകാന്തിന് വിനായകൻ, ഞാൻ നേരത്തെ പറഞ്ഞു രജനീകാന്തിന്റെ വിനായകൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ ട്രിഗറായപ്പോൾ എൻ്റെ പറ്റിയാണ് നിങ്ങൾ എന്നെ വെറുതെ വിടണമെന്നാണ്. രണ്ടിൻ്റെയും അവസാനം ഇവരതിന് കൊടുക്കണ ഒരു റീസണിങ് ഇല്ലേ, അതിൽ വ്യത്യാസമുണ്ട്. അതിൽ വ്യത്യാസമില്ലെന്നാണ് നീ പറയുന്നത്. വ്യത്യാസമില്ല അതിൽ. അല്ല അത് കഴിഞ്ഞിട്ട് ഇയാൾ കാട്ടിക്കൂട്ടുന്ന കാര്യമല്ല, അപ്പൊ അതിന് കോൺട്രഡിക്റ്റിംഗ് അല്ല, അത് വ്യത്യാസമില്ല. അത് ആ ഒരു ഇൻസിഡന്റ് എടുക്കുന്നീ, ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് രജനീകാന്തിന്റെ സ്റ്റേറ്റ്മെന്റും ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് രൺബീർ കപൂറിന്റെ സ്റ്റേറ്റ്മെന്റും തമ്മിൽ ഒരു വ്യത്യാസം. അതാണ് പറഞ്ഞത്, ഒരു ക്യാരക്ടർ ഗുഡും മറ്റേ ക്യാരക്ടർ ബാഡുമാണ്. ഞാൻ പറയുന്നത് ഗുഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇവിടെ നെഗ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കത്തില്ല. ഇവിടെ ഈ പറഞ്ഞിട്ട് ഇവന്റെ ക്യാരക്ടർ ഫുള്ളി നെഗറ്റീവ് ക്യാരക്ടറാ, പിന്നെ അവൻ ചെയ്ത തെറ്റിനെ നീ പറഞ്ഞ ചൂണ്ടിക്കാണിച്ചു. എടാ ഒരു നെഗ് ക്യാരക്ടർ നെഗ് ചെയ്യുമ്പോൾ എന്തിനാ? അതായത് നെഗ് ക്യാരക്ടർ നെഗ് ചെയ്യണതിൽ പ്രശ്നമില്ല. അതായത് ഒരു സിനിമയിൽ നമുക്ക് എന്താണ് അപ്പൊ പടത്തിലെ പ്രശ്നം? പടത്തിലെ പ്രശ്നം പറയാം. അതായത് നെഗറ്റീവായിട്ടൊരു കാര്യം ചെയ്യണതോ കാണിക്കണതോ അല്ല പടങ്ങളിലെ പ്രശ്നം. ഫിലിമില് നമുക്ക് ആർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണം ചെയ്യാം. അതുകൊണ്ടാണ് നമുക്ക് യു എ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നേക്കണം. നിങ്ങൾക്ക് വയലൻസ് കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് എയിൽ കാണിക്കാം.
കാണിക്കേണ്ടതൊന്നും ഒരു ഇതുമില്ല. നിങ്ങൾക്ക് കൊമേഴ്ഷ്യലി അതിൻ്റെ ഇത് കുറയും, എയിലാകുമ്പോൾ അത്ര ആൾക്കാർ കുറയും, പക്ഷെ നിങ്ങൾക്ക് അപ്പോഴും അത് സ്ക്രീൻ ചെയ്യാൻ പറ്റും. ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എനിക്ക് യോജിക്കാൻ പറ്റാത്ത ഡയറക്ടർ സ്റ്റേറ്റ്മെൻറ്റിനോടെ യോജിക്കാത്തത്. അതായത് ഈ സന്ദീപ് റെഡ്ഡി വാങ്ക ഫസ്റ്റ് അർജുൻ റെഡ്ഡി എടുത്തപ്പോഴല്ല, അർജുൻ റെഡ്ഡി എടുത്തപ്പോൾ കുഴപ്പമില്ലായിരുന്നു, ആരൊന്നും അർജുൻ റെഡ്ഡി ഇഷ്ടമാണ് അർജുൻ റെഡ്ഡി ഇഷ്ടമാണ് എനിക്ക്. അതിനകത്ത് ഈ പറഞ്ഞിട്ട് ഗ്ലോറിഫിക്കേഷൻ ഇല്ലേ? അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അനിമലിനേക്കാളും ഗ്ലോറിഫിക്കേഷൻ ഉള്ളത് അർജുൻ റെഡ്ഡിയിലാണ്. അനിമലിൽ എനിക്ക് തോന്നുന്നു ഗ്ലോറിഫിക്കേഷൻ ഇല്ലാന്ന് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ അർജുൻ റെഡ്ഡി നല്ല പടം എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കലി കറക്റ്റ് ആണെന്നല്ല ഞാൻ പറഞ്ഞത്. പൊളിറ്റിക്കലി കറക്ഷൻ നോക്കണമെങ്കിൽ ഞാൻ പറയട്ടെ, ദൃശ്യം വരാൻ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. അതിലോട്ട് നമുക്ക് വരാം. അതായത് പൊളിറ്റിക്കലി കറക്റ്റ് ആണെന്നല്ല ഞാൻ പറയണത്. അതായത് നമ്മളൊരു പടം എടുത്ത് അപ്പോൾ നമുക്ക് കുറെ ക്രിറ്റിസിസം വന്ന്, പുള്ളിക്ക് ഇതിലല്ല വന്നത്, കബീർ സിംഗ് എടുത്തപ്പോഴാണ് വന്നത്, ഓഡിയൻസ് മാറിയപ്പോഴാണ് പുള്ളിക്ക് ക്രിറ്റിസിസം വന്നത്. അപ്പോൾ പുള്ളിക്ക് എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക, വേണമെങ്കിൽ ഓക്കെ നമുക്കത് ഒന്നില്ലെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അടുത്തതിൽ ഇല്ലേ അർജുൻ റെഡ്ഡിയിൽ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആണെന്ന് അല്ലേ, അല്ലെങ്കിൽ കറക്റ്റ് ആണോ? അല്ല, പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആണ്. അപ്പൊ നിനക്കും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം, പുള്ളിക്കും അറിയാം പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആണ് പടം, പുള്ളിക്കും അറിയാം. പക്ഷെ എനിക്ക് ആ പടം ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഓക്കെ, അത് ഓക്കെ. അപ്പോൾ പുള്ളിക്കറിയാം ഇതിൽ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ഇതിൽ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ നെക്സ്റ്റ് പടം എടുക്കുമ്പോൾ നമ്മൾ ഓക്കെ ഒന്നില്ലെങ്കിൽ അതിൽ താഴെ കുറച്ചും കൂടെ ബെറ്റർ ആക്കുക ആ സാധനത്തിന്. പുള്ളിയുടെ റിയാക്ഷനോട് എനിക്ക് യോജിപ്പില്ലാത്ത, പുള്ളി പടം എടുത്തു വെച്ചേക്കണത് എൻ്റെ പടത്തിൽ ഞാൻ എന്ത് വേണേൽ കാണിക്കും, നീയൊക്കെ അത് കാണുകയും ചെയ്യും, കൈയടിക്കുകയും ചെയ്യും, ഈ ഒരു ഇത് പറഞ്ഞിട്ടാണ് പുള്ളി പോണത്. ഇതിൻ്റെ തന്നെ ഡയറക്ടർ സ്റ്റേറ്റ്മെൻറ്റിനാണ് ഇതിൽ പ്രശ്നം. പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഏത് പുള്ളിയുടെ ഇൻ്റർവ്യൂ കണ്ടാൽ മനസ്സിലാവും പുള്ളിയുടെ എന്താണ് സ്റ്റാൻഡ്, എന്താണ് എല്ലാത്തിനെ പറ്റിയുള്ള പുള്ളിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് പുള്ളിയുടെ ഇൻ്റർവ്യൂ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് ഈ ഇത്രയും നെഗ് കാണിച്ചിട്ട് ഈ പടത്തിൻ്റെ എൻഡി കൊണ്ടുവന്നിട്ട് ഇയാൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട് വെക്കും. ഇതാണ് എനിക്ക് പറയാനുള്ള, പറഞ്ഞു ഇവിടെയാണ് എനിക്ക് ആ ഒരു ഹുക്ക് എനിക്കിപ്പോഴും മനസ്സിലാവാത്ത നീ പറയുന്ന ഹുക്ക് കിട്ടുന്നത്. അതെ, അതായത് ഈ പടത്തിന്റെ അവസാനം, അതായത് എൻഡിലോട്ട് എടുക്കുമ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് ഒരു സീനുണ്ട്. ഇപ്പൊ രൺബീർ കപൂറും അനിൽ കപൂറും കൂടെ എന്നിട്ട് ഇനി ഞാൻ പപ്പ നിങ്ങൾ മോൻ എന്ന് പറഞ്ഞിട്ട് ഒരു സീനുണ്ട്. ഈ സീൻ എത്തുമ്പോഴാണ് എനിക്ക് ആക്ച്വലി, അതുവരെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവര് കുറെ നെഗറ്റീവ് ക്യാരക്ടേഴ്സിന്റെ ഒരു പടം കാണിക്കുന്നു, അത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് ഇയാളെന്ത് ഇങ്ങനെ കാണിക്കണത്. അതായത് ഈ സീനിൽ ഇവൻ ഇത്രയും നാൾ ചെയ്തത് ഫുള്ള് ഉണ്ടായത് ഇവൻ്റെ പപ്പ ഇവനോട് ചെയ്ത കാര്യങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് അനിൽ കപൂർ അക്സെപ്റ്റ് ചെയ്യാനൊരു സീൻ വരും ഇല്ലേ? അതുകൊണ്ട് തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു ഇൻഫറൻസ് വരും ആൾക്കാർക്ക്, ഇത് കാണുന്നവർക്ക്. എന്ത് ഇൻഫറൻസ് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇതിങ്ങനെ ആയത് ഇയാളിങ്ങനെ അതുകൊണ്ട് ഇവന് ഇങ്ങനെ ആയത് തെറ്റില്ല എന്നുള്ളതാണ്. അതെ, നീ ഇപ്പൊ ഇത്രയും പറഞ്ഞത് ശരി. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണ് എന്നെ ഹുക്ക് ചെയ്തേക്കുന്നത്. അതായത് ഇവൻ ഇങ്ങനെ ആവണത് ഇയാൾ ഇവനെ നോക്കാഞ്ഞതുകൊണ്ടാണെന്ന് ഇയാൾ പറയുന്നുണ്ട്. സത്യം. അതിനെന്താ ഇൻഫർ ചെയ്യണത് അതിന്നുള്ളത്? അതായത് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് മോനെ നീ ഒരു ക്രിമിനലിനെ പോലെ ആയിപ്പോയത്. അങ്ങനെ പറയണല്ലോ, ക്രിമിനൽ എന്ന് പറയുന്നത് അങ്ങനെ പുള്ളി പറഞ്ഞു നോക്കണല്ലോ. അതാണ് അതിന്റെ അർത്ഥം. അതാണ് അത് നീ പറയണത്. അതായത് ഞാൻ പറഞ്ഞുതരാം, നീ പറയണത് നിനക്ക് കിട്ടിയ അല്ലല്ല, അത് ഞാൻ പറയണതിന് പോയിന്റ് ഉണ്ട്. കാരണം ഇയാള് സ്വന്തം ഭാര്യനോട് പറയുന്നുണ്ട്, എടി നമ്മൾ ഉണ്ടാക്കിയത് ക്രിമിനലിനെയാണ്. അത് മുമ്പ് പറയുന്നുണ്ട്. അല്ല, പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്, ഇവനെ പറ്റിയുള്ള ആറ്റിറ്റ്യൂഡ്, നമുക്കും കിട്ടുന്ന ആറ്റിറ്റ്യൂഡ്, ഇവനൊരു ക്രിമിനലാണ്. ഇതിനകത്ത് രൺവിജയ് സിംഗ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ക്രിമിനലാണ്. ഇവൻ ചെയ്യുന്നത്, ഇവൻ ഈ പറഞ്ഞോട്ട് 100-300 പേരെ കൊന്നതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നമില്ല. സ്വന്തം ഭാര്യയെ ഈ പറഞ്ഞോട്ട് ബ്രാഡെ സ്ട്രാപ്പ് അടിച്ച് വേദനിപ്പിക്കുന്ന ഒരു സാഡിസ്റ്റാണ് ഇവൻ. അതുപോലെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഭാര്യയുടെ അടുത്ത് ഞാൻ എന്തായാലും നിന്നെ ഈ പറഞ്ഞോട്ട് ചതിക്കത്തില്ല, എനിക്ക് വേറെ റിലേഷൻ എന്നുണ്ട്, മറ്റേ സോയ എന്ന് പറഞ്ഞ പെണ്ണ് വരുമ്പോൾ അവളുടെ കൂടെ പോയിട്ട് ഈ സെക്സ് ചെയ്യുന്ന ഒരുത്തൻ, സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഈ അത്രയും നാൾ മൈൻഡ് ചെയ്യാണ്ടിരുന്ന ബ്രദേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞോട്ട് സ്വന്തം ഫാമിലി കാര്യങ്ങൾ നോക്കുന്ന ഒരുത്തൻ. ഇങ്ങനെ ഒരുത്തനെ അവന്റെ പപ്പ ഈ വിളിക്കുന്നത് ഇവനെ ക്രിമിനലാണെന്നാ. അപ്പൊ നമുക്കറിയാം ഇവൻ എന്താണെന്നുള്ളത്. അതെപ്പോഴാണ് വിളിക്കണത്? അവൻ മറ്റേ സംഭവം ചെയ്ത് കഴിയുമ്പോൾ 100-300 തുടക്കത്തിലല്ല, ഇന്റർവെല്ലുണ്ട്. അതായത് പടം തീരണേക്ക് മുമ്പാണ്. മറ്റേ 200 പേരെ കൊന്നു കഴിഞ്ഞിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ സീനൊക്കെ മുമ്പാണത്. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കുന്നതാണ്, പുള്ളിക്കറിയാലോ ഇവൻ ഇങ്ങനെയാണെന്ന്. അപ്പൊ ഞാൻ പറയുന്നത്, പുള്ളി പറഞ്ഞു നോക്കുന്നത് എന്താണ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവൻ തെളിയിക്കാൻ ശ്രമിക്കുന്ന ഇത്രേ ഉള്ളൂ. ഇവന് ചെറുപ്പത്തിൽ ഇവൻ അവൈലബിൾ ആവേണ്ട സമയത്ത് ഇവൻ്റെ പപ്പ അവൈലബിൾ ആയിട്ടില്ല. ഇവൻ ഏറ്റവും കൂടുതൽ ഒരു സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞ് കണ്ടിരുന്ന വെച്ചാൽ ഇവൻ്റെ അച്ഛനെയാണ്. ഇവൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു മനുഷ്യന്
ഇവൻ്റെ ചൈൽഡ്ഹുഡിൽ ഇവനെ മര്യാദ നോക്കാൻ പറ്റിയിട്ടില്ല, ഇവന് കൊടുക്കേണ്ട സമയം കൊടുക്കാൻ പറ്റിയിട്ടില്ല, ഇവനെ ഈ പറഞ്ഞിട്ട് ആവശ്യമുള്ള സമയത്ത് ഇവനെ അടുത്ത് വേണ്ട സമയത്ത് ഇവനെ ബോർഡിംഗ് സ്കൂളിലോട്ടിട്ട് പറഞ്ഞു വിട്ടു. ഇങ്ങനൊരു സംഭവമാണ് ഇവൻ്റെ പരാതിയായിട്ട് കിടക്കുന്നത്. ഇത് ഇവൻ്റെ അച്ഛനോട് പറയാൻ വേണ്ടിയാണ് ഇവൻ ഈ പറഞ്ഞുകൊണ്ട് നമുക്കൊരു പ്ലേ ചെയ്യാം, അച്ഛൻ മോൻ അച്ഛൻ എന്ന് പറഞ്ഞ സെറ്റപ്പിൽ കളിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, പുള്ളിക്ക് കുറേ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞുകൊണ്ട് പുള്ളി സ്വാസ്തിക് സ്റ്റീലിന്റെ പുറകെ പോയപ്പോൾ സ്വന്തം മോനെ മര്യാദ നോക്കാൻ പറ്റില്ല, അത് സത്യം. സ്വന്തം മോനെ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളത് സത്യം. ഇവനിങ്ങനെയൊക്കെ കാരണം ഇവനിങ്ങനെ ആവാൻ കാരണം പുള്ളിയുടെ ആ ഒരു തെറ്റും കൂടിയാണ്. ഇങ്ങനെ പുള്ളി ഇവനെ ശ്രദ്ധിക്കാത്ത കൊണ്ടാണ് ഇവനിങ്ങനെ ആയെന്നുള്ളൊരു സംഭവം. ഇതാണ് പുള്ളി അപ്പൊ പുള്ളി പറയുന്നത് എന്താണ്, അടുത്ത ജന്മത്തില് ഞാൻ നിന്റെ മോൻ. അത് അക്സെപ്റ്റൻസ് അല്ലേ? അത് അക്സെപ്റ്റൻസ് അല്ലേ? അല്ലടാ, പുള്ളി ചെയ്ത തെറ്റ് അക്സെപ്റ്റ് ചെയ്യണല്ലേ പുള്ളി. അതുകൊണ്ട് എന്താ തെറ്റ്? അതുകൊണ്ട് നിങ്ങളൊരു സാധനത്തിന് അക്സെപ്റ്റ് ചെയ്യുമ്പോ അതായത് ഒരു കാര്യം നടന്നു, ഈ കാര്യം നടന്നത് എന്റെ തെറ്റുകൊണ്ടാണെന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതിന്റെ ഫുൾ ബ്ലെയിം എന്റെ അടുത്ത് നിന്നാ. അപ്പോഴവൻ ചെയ്ത കാര്യം അവൻ മാറുന്നില്ലല്ലോ. അതായത് രൺവിജയ് സിംഗ് ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും ബ്ലെയിം അവന്റെ അച്ഛന്റെ തലയിലോട്ടാണ് വന്നത്. അപ്പൊ ഓഡിയൻസിന് എന്ത് തോന്നും, ഓക്കെ ഇവൻ ഫൈനാണ്, അവൻ എങ്ങനെ ഫൈനാവും? അതാണ് അവൻ എങ്ങനെ ആൾക്കാർക്ക് തോന്നും എന്നുള്ള. അതെങ്ങനെയാടാ? കാരണം ഇത്രയും നേരം ഇൻഫറൻസ് എന്ന് പറഞ്ഞ സാധനം, ഇൻഫറൻസ്, അനുമാനം. അതായത് നിങ്ങളൊരു കഥ പറയണം, ഈ കഥ പറയുമ്പോൾ നിങ്ങൾ അവസാനം ഒരു സ്റ്റേറ്റ്മെന്റ് പറയണം. ആ സ്റ്റേറ്റ്മെന്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ കഥയുടെ മൊത്തത്തിലൊരു റാപ്പപ്പാണ് നടക്കുന്നത്. ആ റാപ്പപ്പിൽ നിങ്ങൾ എന്ത് പറയണം എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഒരാള് ഓക്കെ നീ ഇങ്ങനെ ആയത് എൻ്റെ പിടിപ്പേറുകൊണ്ടാണെന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് പോണത് മറ്റേ അടുത്തോട്ട്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് നീ പറഞ്ഞ ഇത്രയും ശരിയാ, നീ ഇത്രയും പറഞ്ഞോ പക്ക പോയിന്റുകളാണ്. പക്ഷെ ലാസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് അത് മാത്രം എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം നീ പറഞ്ഞ പോലെ ഇത്രയും സംഭവങ്ങൾ കൊണ്ടുവന്ന് വന്നിട്ട് ലാസ്റ്റ് പറയാണ്, മോനെ നീ ഇങ്ങനൊരു ക്രിമിനൽ ആയത്, അല്ലെങ്കിൽ നീ ഇങ്ങനൊരു വൃത്തികെട്ടവനായത് എന്റെ പിടിപ്പോട്, അതായത് ഞാൻ നിന്നെ മര്യാദക്ക് നോക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷെ നീ ഇങ്ങനെ ആവുമായിരുന്നില്ല. അങ്ങനെ അതായത് അങ്ങനെ നീ ഇപ്പൊ പറഞ്ഞ തന്നെയാണ് അതിന്റെ അർത്ഥം. അങ്ങനെയല്ല, നീ ഇപ്പൊ പറഞ്ഞതുപോലെ അവർ പറഞ്ഞിരുന്നെങ്കിൽ, അതായത് മോനെ നീ ഇപ്പോഴും സ്പൂൺ ഫീഡിന്റെ കാര്യത്തിലൂടെ നീ ഇപ്പോഴും ക്രിമിനൽ ആണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് അതിന്റെ അവസാനം ഉണ്ടായിരുന്നെന്ന് വെച്ചോ, മോനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യണം, പക്ഷെ നീ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ഫൈനാണ്. അല്ല, അങ്ങനെ പറയേണ്ടത് അവിടെയാണ് അതിന്റെ വിഷയം. അവനങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് അവന്റെ ക്യാരക്ടർ അവിടെ ഉണ്ട്, രൺവിജയ്. ഇവൻ പോകുന്നതിന് മുമ്പ് വരെ ഞാൻ പറയുന്നത് എന്താ, അതായത് ഇവൻ ലാസ്റ്റ് വില്ലനെ കൊല്ലാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് വരെ, അതായത് ലാസ്റ്റ് ഫൈറ്റിന് മുമ്പ് ഞാൻ പറയുന്നത് സ്വന്തം ഭാര്യ അടുത്ത് ഞാൻ എങ്ങാനും ഇതത്ത് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വേറെ കല്യാണം കഴിക്കരുത്, എന്നാലോചിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കണം, ഇങ്ങനെ പറഞ്ഞു. അതായത് തൊട്ടക്കട അവസാനം വരെ പോട്ടെ, അവസാനം വരെ ഇവന്റെ ക്യാരക്ടർ എന്താണെന്ന് സന്ദീപ് റെഡ്ഡി വാങ്ങ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. എങ്ങനെ കൺവിൻസിങ് ആവുന്ന എങ്ങനെ? സൈക്കോ എന്ന് പറഞ്ഞ പടമുണ്ട്, മിഷ്കിൻ എടുത്ത സൈക്കോ എന്ന് പറഞ്ഞ പടമുണ്ട്. സൈക്കോ എന്നുള്ള പടത്തില് അതായത് ഒരു സൈക്കോ കില്ലർ കുറെ പെൺപിള്ളേരെ കൊണ്ട് കൊല്ലുന്നു. എന്നിട്ട് ഈ ലാസ്റ്റ് ഇവൻ തട്ടിക്കൊണ്ടുവന്നൊരു പെണ്ണിന് ഇവൻ കൊല്ലാൻ പറ്റില്ല. അപ്പൊ അവരവിടെ നിന്നിട്ട് ഇവര് മനസ്സിലാക്കണാണ് ഇവന്റെ ചൈൽഡ്ഹുഡ് ട്രോമ കാരണമാണ് ഇവനിങ്ങനെ ആയത് എന്നുള്ളത് മനസ്സിലാക്കണേ. അപ്പം അങ്ങനെ പടത്തിൻ്റെ അവസാനം ഇവർ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് ഈ പെണ്ണിനോട് ഇൻ്റർവ്യൂവിൽ ചോദിക്കും. അപ്പം ആ പെണ്ണിങ്ങനെ പറയും, നിങ്ങൾ കണ്ടതൊരു സൈക്കോനാണ്, പക്ഷെ ഞാൻ കണ്ടതൊരു കുഞ്ഞു കൊച്ചിനെന്ന് പറയും, ഒരു ട്രോമുള്ളൊരു കൊച്ചിനെന്ന് പറയും. ഈ പറഞ്ഞത് അനിമലായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യണല്ലേ? ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അനിമലിന്റെ അവസാനമായിട്ടുള്ള സാധനമായിട്ട് സിമിലാരിറ്റി ഫീൽ ചെയ്യണല്ലേ? രണ്ട് എക്സ്ട്രീം രണ്ട് സിമിലർ നല്ല വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് ഈ പറഞ്ഞിട്ട് ഒരു സൈക്കോ കില്ലർ, മെന്റലി ഇല്ലായിട്ടുള്ള സൈക്കോ കില്ലറിനെ അവിടെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. ഗ്ലോറിഫൈ അല്ല, അതായത് ഞാൻ പറഞ്ഞുതരാം എന്താ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇന്ന കാരണം കൊണ്ടാണ് ഇവൻ ഇങ്ങനെ ആവണമെന്ന് പറയണതിനെ പറ്റിയാണ് ഞാൻ പറയണത്. അത് തന്നെ രണ്ട് പടത്തിലും പറയണത് അല്ലേ? അല്ലേ? രണ്ട് പടത്തിലും പറയണത് അല്ല, ഞാൻ പറഞ്ഞുതരാം. ഇന്ന കാരണം കൊണ്ടാണ്, അതായത് ഇവൻ രൺവിജയ് സിംഗ് ഇങ്ങനെ ആവത് ഈ കാരണം കൊണ്ടാണെന്നുള്ളതും സൈക്കോ കില്ലർ സൈക്കോ ആയത് ഈ കാരണം കൊണ്ടാണെന്നും രണ്ടും സ്റ്റേറ്റ്മെന്റ് അല്ലേ പറയണത് അവസാനം? ഞാൻ ചോദിക്കുന്നതല്ല. അല്ലേ പറഞ്ഞ അല്ലേ? എന്നിട്ട് ഞാൻ ബാക്കി സൈക്കോ കില്ലർ ആയതിന് കാരണം അങ്ങനെയൊന്നല്ല. ഞാൻ അവിടെ കണ്ടൊരു കുഞ്ഞു കുട്ടിയാണ് അതിന്റെ ഇൻഫറൻസ് അങ്ങനെയാണ് എന്ന് വെച്ചാൽ ചെയ്തത് ശരിയാന്ന് ആ പെണ്ണ് പറയുന്നുണ്ടോ? അതിലോട്ടേ വരാം. അതായത് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. മിഷ്കിൻ ഇന്റർവ്യൂല് പറഞ്ഞാണ്, അതായത് ഇത്രയും പേര് ആൾക്കാരെ കൊന്ന ഒരുത്തനെ
ഒരു കൊച്ചായിട്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞു വെച്ചവനാണ് ഞാൻ ഇന്ന്. ഡയറക്ടർ സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഡയറക്ടർ ഒരു സാധനത്തിനെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞ ഒരു സാധനത്തിനെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് എന്താന്നുള്ളത് ക്ലിയർ. നിങ്ങളത് എടുത്ത് പറയണ്ട, നിങ്ങളുടെ സാധനത്തിന് ഇൻഫർ ചെയ്യാൻ പറ്റും. അപ്പം നീ ഇപ്പൊ കാണുമ്പോൾ ചിലപ്പോൾ നിനക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇത്രയും ചെയ്ത രൺവിജയ് സിംഗ് വില്ലനാണെന്ന്. നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും ഇയാൾ വില്ലനാന്നുള്ളത്. എല്ലാവർക്കും അങ്ങനെ മനസ്സിലാവൂല. നീ ഇപ്പൊ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായെന്നറിയോ, ഇതിനകത്ത് ആ പെണ്ണ് ശരിക്കും രണ്ട് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാ. ഞാൻ നിങ്ങളെല്ലാവരും കണ്ട ഒരു സൈക്കോ കില്ലറെ ആയിരിക്കും, ഞാൻ പക്ഷെ അവിടെ കണ്ടത് ചൈൽഡ്ഹുഡ് ട്രോമയുള്ള ഒരു കുഞ്ഞു കുട്ടിയാണെന്നുള്ളത് എന്ന് പറയണതും അതൊരു ഗ്ലോറിഫിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതും മോനെ നീ ഇങ്ങനെ ആവാൻ കാരണം ഞാൻ നിന്നെ നോക്കാൻ ഞാനെന്ന് പറയുന്നത് തമ്മിൽ സെയിം ആണ്. അത് അവിടെ ആ രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ട് റജിയെ, നിനക്ക് എന്താ മനസ്സിലാവാത്തെ? രണ്ട് സെയിം ആണ്. അല്ല, രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. രണ്ടും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കാരണം അവിടെ ആ പെണ്ണ് ഉദാഹരണം പറഞ്ഞത് ഗ്ലോറിഫിക്കേഷൻ ആണ് അവിടെ. ഇത് ആ പെണ്ണ് പറഞ്ഞ ഗ്ലോറിഫിക്കേഷൻ എനിക്ക് കൂടുതൽ ഇതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ബാക്കി ആൾക്കാർ കമന്റ് ചെയ്യട്ടെ എന്താന്ന്. ആൾക്കാർ ഇൻഫർ ചെയ്യും, ഞാൻ പറഞ്ഞില്ല ആൾക്കാർ ഇൻഫർ ചെയ്യുന്ന എന്തി പറയുന്നേ. പിന്നെ അത്ര പൊട്ടന്മാരാണ് ഓഡിയൻസ്. ഓഡിയൻസ് അത്ര പൊട്ടന്മാരാണ്. അതെ കാരണം നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞു കേരള സ്റ്റോറിക്ക് 150 കോടി കളക്ഷൻ കിട്ടിയ സ്ഥലത്താണ് നമ്മൾ ഇരുന്ന് സംസാരിക്കണം. അപ്പൊ സിനിമ പക്ഷെ അത് തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രൊപ്പഗാൻഡ, അതായത് ആ ഒരു സ്ഥലത്ത് കേരളത്തെ പറ്റിയുള്ള സംഭവം കൃത്യമായിട്ട് അവർക്ക് അറിയത്തില്ല. അതായത് അത് റിയൽ ഇൻസിഡന്റാ. ഞാൻ പറഞ്ഞേ ഒരു റിയൽ കേരള സ്റ്റോറിയുടെ സംഭവം ഞാൻ പറഞ്ഞുതരാം. കേരള സ്റ്റോറി നമ്മൾ ആ കാര്യമില്ല ഞാൻ പറഞ്ഞത്. അതായത് ഒരു ഫിലിമിന് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ഭയങ്കരമായിട്ട്. കാരണം അത് നോർത്ത് ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ഒരു കേരളത്തോടൊരു വിയോജിപ്പുള്ള സ്ഥലമാണ്. കാരണം അവിടെ BJP ഭരണം ആയതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം മുസ്ലിം വിരുദ്ധത കൂടുതലുള്ള സ്ഥലമാണ് നോർത്ത്. അപ്പൊ ഇങ്ങനൊരു സാധനം വരുമ്പോൾ അവരിത് എന്താണെന്ന് അറിയാൻ വേണ്ടി കാണും. അപ്പൊ അവരിത് ശരിയാണെന്ന് വിശ്വസിക്കും. അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങള് ഓക്കെ ഇപ്പൊ ഒരു ആൽഫാമീലിസം കിടിലമാണ് എന്നുള്ള വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഓക്കെ ആണ്, ഇതൊക്കെ നല്ലതാണെന്ന് തോന്നും. അങ്ങനെയാണെങ്കിൽ KGF 1 KGF 2 നിനക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് എനിക്ക് യോജിക്കാം. അങ്ങനെ KGF 2 പ്രശാന്ത് നീലിന്റെ സ്റ്റേറ്റ്മെന്റ് വ്യത്യാസമുണ്ട്. പ്രശാന്ത് നീൽ പറയണത് ഒരു ഗാങ്സ്റ്റർ എന്നൊരാള് അയാൾ ഒരു എന്താ പറയാ വലിയ സാമ്രാജ്യം ഉണ്ടാക്കി അയാൾ നശിഞ്ഞു പോണതിനെ പറ്റിയൊരു കാര്യം പറയുമ്പോ ഒരു സ്ഥലത്ത് പോലും പ്രശാന്ത് നീല് ഇത് എന്റെ സ്റ്റേറ്റ്മെന്റിൽ ഓക്കെ നിങ്ങൾ റോക്കിയോട് നിൽക്കണം എന്ന് പറയണല്ലോ. റോക്കി ശരിയാണെന്ന് പ്രശാന്ത് നീൽ പറഞ്ഞില്ല. റോക്കിനെ അതിനകത്ത് ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് പടത്തിന്റെ എൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? റോക്കി ഹീറോയ്ക്കായിട്ട് മരിക്കുന്നു. ഹീറോയ്ക്കായിട്ട് മരിക്കുമ്പോൾ ഞാൻ പറയാം അയാൾക്കൊരു എൻഡാണ് വന്നത് അവിടെ. അതിനിപ്പോ എന്താ അയാൾക്കൊരു എൻഡാണ് വന്നത്. എടാ നീ കമ്പയർ പടങ്ങൾ ഞാൻ പറയട്ടെ ജോക്കർ സിനിമ കണ്ടു. ജോക്കറിൽ ഈ പറഞ്ഞിട്ട് ഒരു പാവമായിരുന്ന ഒരാൾ ഈ പറഞ്ഞിട്ട് സൊസൈറ്റി അവനെ വില്ലനാക്കി ലാസ്റ്റ് വെടിവെച്ച് കൊന്ന് ലാസ്റ്റ് പറഞ്ഞിട്ട് അങ്ങനെ കൺക്ലൂഡ് ചെയ്തു. ലാസ്റ്റ് ഇവനെ മാസമായിട്ട് കാണിച്ചിട്ട് കൺക്ലൂഡ് ലാസ്റ്റ് മാസമായിട്ട് ഡയറക്ടേഴ്സ് കൺവിൻസിങ് സ്റ്റേറ്റ്മെന്റ് എവിടെ? ഏതാണ് സീൻ? ഏത് ഡയറക്ടർ ജോക്കറിനെ കൺവിൻസ് ചെയ്യണം. അതായത് ജോക്കർ നല്ലവനാണ്, നിങ്ങൾ അവൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയണ ഒരു കൺവിൻസിങ് സീൻ ഏതാണെന്ന് പറഞ്ഞു. ഇല്ല, അനിമല് അത് ഉണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അതാണ് ഞാൻ പറയുന്നത്. അതില്ലെന്നാണ് എന്റെ അഭിപ്രായം. അനിമല് ഞാൻ പറയുന്നത് ഇവൻ വില്ലൻ തന്നെ, പക്ഷെ ഇവൻ ഇങ്ങനെ ആവാൻ ഒരു കാരണമുണ്ട്, അത്രേ ഉള്ളൂ. അതുപോലെ ജോക്കറിൽ ഇവൻ വില്ലനാണ്. ജോക്കറിൽ ഇവൻ വില്ലൻ ആവണമെന്നാണ് കാണിക്കുന്നത്. ജോക്കറിൽ ഇവൻ വില്ലനാണ്. ഇവൻ വില്ലനാവാൻ സൊസൈറ്റി ഒരു കാരണമാണെന്ന് പറഞ്ഞു നോക്കുന്നില്ലേ? അങ്ങനെയല്ല, അങ്ങനെയില്ലേ? അതായത് ഇവന്റെ ലൈഫ് കൊണ്ട് ഇവനിങ്ങനെ ആയിത്തീരുന്നു എന്നുള്ള ഒരു സ്റ്റോറി കാണിക്കുകയാണ്. സൊസൈറ്റിക്ക് പങ്കുണ്ടോ? സ്റ്റോറി കാണിച്ചിട്ട് ഡയറക്ടർ അവിടെ നമുക്ക് ഇട്ട് തന്നെ ഓക്കെ ഡയറക്ടർ അവിടെ ഇട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഓക്കെ, ഇവിടെ ഡയറക്ടർ നേരെ ഇതിന്റെ റിവേഴ്സ് ആണ്. അപ്പുറത്ത് ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ട്. ഇയാൾ കുറെ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇയാൾ ഇതുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന് പറയണതും അതും വ്യത്യാസമുണ്ട്. ഞാൻ ചോദിക്കുന്നതല്ല, നിനക്ക് ഈ സിനിമ കണ്ടപ്പോ ജോക്കർ ഇവൻ ഇങ്ങനെ ആവാൻ കാരണം സൊസൈറ്റി ആണെന്നുള്ളൊരു സംഭവം നിനക്ക് കിട്ടിയോ? കിട്ടിയില്ലേ? അപ്പൊ സൊസൈറ്റി ഇങ്ങനെ ആയതുകൊണ്ട് ഇവൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇവനിങ്ങനെ ആയി എന്നുള്ളൊരു സാധനം പടത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു വെക്കുന്നില്ലേ? ഉണ്ട്. അപ്പൊ അനിമൽ ഈ പറഞ്ഞു കൂട്ട് ഇവനിങ്ങനെ അവന്റെ അച്ഛനൊരു കാരണമുണ്ടെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് രണ്ടും സെയിം അല്ലേ? ഇത് അപ്പൊ ഞാൻ പറയുന്ന അത് പ്രശ്നമാണെങ്കിൽ ഇതും പ്രശ്നമാണ്, ഇത് പ്രശ്നമാണെങ്കിൽ അതും പ്രശ്നമല്ല. അത്രേ. അത് പ്രശ്നമാണെന്ന് പറയുമ്പോഴത്തേക്കും അതിനെ അവര് കൺവിൻസ് അല്ല ചെയ്യണത്. അവരൊരു കഥ പറഞ്ഞു വെക്കണത് കൺവിൻസ് ചെയ്യണം തമ്മിൽ വ്യത്യാസമുണ്ട്. നീ ഇതിനകത്ത് എന്താണ് സ്പെഷ്യൽ ആയിട്ട് കാണുന്നത്? ഡയറക്ടർ ഇതിനകത്ത് ഇവൻ ശരിയാണെന്ന് എവിടെയാണ് പറയുന്നത്?
സൈക്കോനെ കൺവിൻസ് ചെയ്തില്ല, എനിക്ക് അത് തന്നെയായിട്ട് തോന്നിയത്. സൈക്കോനെ നീ പറഞ്ഞ സാധനം ഞാൻ സമ്മതിക്കുന്നു. അതിനകത്ത് ഈ പറഞ്ഞ പെണ്ണ് ഗ്ലോറിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്. അത് ഗ്ലോറിഫിക്കേഷൻ, ഇത് ഗ്ലോറിഫിക്കേഷൻ അല്ല. ഇതിനകത്ത് ഇവൻ ഇങ്ങനെ ആവാൻ കാരണം അച്ഛന് പങ്കുണ്ടെന്ന് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ് അത് ഗ്ലോറിഫിക്കേഷൻ ആവുന്നത്? ഒരു സൈക്കോ ആണത്. അവന്റെ ടീച്ചർ അവനെ പണ്ട് ഉപദ്രവിച്ചേക്കണ്ടാണെന്ന് പറഞ്ഞ് അയ്യോ അവൻ കുഴന്തേ എന്ന് പറയണതും നേരത്തെ അല്ല. അവന്റെ ടീച്ചർ അങ്ങനെ ആയതുകൊണ്ട് അവൻ സൈക്കോ ആയത് ഓക്കെ, അത് ഓക്കെ. പക്ഷേ ഇവിടെ വന്നിട്ട് നിങ്ങൾ അവിടെ കണ്ടത് ഒരു സൈക്കോ കില്ലറിനെ ആയിരിക്കും, പക്ഷെ ഞാൻ അവിടെ കണ്ടത് ഒരു കുഞ്ഞു കുട്ടിയാണെന്ന് പറയുന്നത് അതൊരു സ്റ്റേറ്റ്മെന്റ്. അടുത്ത ജന്മത്തിൽ നീ പപ്പ ഞാൻ മോൻ എന്ന് അതെന്തിനാ പറയുന്നത്? അതെന്തിനാ പറയുന്നത് എടുക്കടാ. അതെന്തിനാ പറയുന്നത്? അപ്പൊ ഞാനിങ്ങനെ ആവർത്തിക്കില്ല. അക്സെപ്റ്റൻസ് അല്ലല്ലോ, പുള്ളി അക്സെപ്റ്റ് ചെയ്യുന്ന എന്താ? ഇവൻ ഇങ്ങനെ ആവാൻ കാരണം ഞാനാന്ന് മാത്രമേ പുള്ളി അക്സെപ്റ്റ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ അവൻ വില്ലനല്ലാന്ന് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എടാ അതിന്റെ ഇൻഫ്ലുവൻസ് വരുന്ന നേരത്തെ നീ പറഞ്ഞ അതെങ്ങനെയാണ് ഇത് തന്നെ 10 മിനിറ്റ് ആയിട്ട് നമ്മൾ അത് ഇൻഫ്ലുവൻസ് വരും. ഓക്കെ, അത് ഓഡിയൻസിന് വിട്ടുകൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ മെയിനായിട്ട് ഇത്രേ ഉള്ളൂ. പറഞ്ഞ പോലെ സിനിമയിൽ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കാം. വേണമെങ്കിൽ നോക്കാം. ഞാൻ നോക്കാറില്ല. ഞാൻ നോക്കാറില്ല. ഞാൻ സിനിമ അത്യാവശ്യം ബോധം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എടാ നമുക്ക് ബോധം ഉണ്ടാവും, പക്ഷെ എല്ലാവർക്കും ബോധമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ബോധമില്ലാത്ത ആൾക്കാർ കണ്ട് ഇൻഫ്ലുവൻസ് ആവുമെങ്കിൽ അവർ KGF കണ്ടാലും ഇൻഫ്ലുവൻസ് ആവും. നീ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂ എന്നാ പറയാം, പക്ഷെ അതൊന്നും അവർ നോക്കത്തില്ല. അവർ റോക്കിനെ കണ്ട് ഇൻഫ്ലുവൻസ് ആവും, അവർ ജോക്കർ കണ്ട് ഇൻഫ്ലുവൻസ് ആവും. നിനക്കറിയാലോ, ജോക്കർ കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ വെടിവെച്ച് വന്ന ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. ദൃശ്യം പോലെ കൊലപാതകം നടന്നിട്ടുണ്ട്. ചിലപ്പോ കുറച്ച് കഴിയുമ്പോ കേൾക്കാം KGF പോലെ എന്തോ. പക്ഷെ അഡമന്റ് ആയിട്ടിരുന്നിട്ട് ഡയറക്ടർ അതിനെ എന്താ പറയാ കൺവിൻസ് ചെയ്യണോട്. അത് അയാൾക്ക് ഒരു പോയിന്റ് വന്നിട്ട് ഇയാള് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് തോന്നി. പക്ഷേ ഇതേ സന്ദീപ് റെഡ്ഡി വാങ്കയാണ് ഈ ക്യാരക്ടറിന് ഇങ്ങനെ ഇത്രയും ഷോവനിസ്റ്റ് ആയിട്ട് കാണിച്ചേക്കുന്നത്. ഷോവനിസ്റ്റ് ആയിട്ട് കാണിച്ചിട്ട് അയാള് റോങ് ആന്ന് പറഞ്ഞു പോയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഈ ഫാക്ടർ വരുമ്പോ അതിന് പ്രശ്നം. ശരിക്കും ഇത് ഓഡിയൻസിന് വിട്ടേക്കുന്നത്. ഇത് ഓഡിയൻസിന് നല്ലത്. ഞാൻ ഈ പറഞ്ഞ സംഭവമാണോ അല്ലെങ്കിൽ അജയ് പറഞ്ഞ സംഭവമാണോ നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നോക്കാലോ എന്താണ് ഇവിടുത്തെ കൂടുതലും ആൾക്കാരുടെ തല എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു സംഭവം പറയാനുള്ളത്, ഇൻഫ്ലുവൻസ് ആവാനുള്ളവർ എന്ത് കണ്ടാലും ഇൻഫ്ലുവൻസ് ആവും. അതാവും. പക്ഷെ നമ്മള് ഒരു ബാഡ് സാധനം എടുത്തിട്ട്, ബാഡ് ഇൻ ദ സെൻസ് മോശം സൃഷ്ടി എന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് നമ്മളൊരു മോശം സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് ഞാൻ അതിനോട് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, അത് ശരിയാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ചെയ്തെന്നാണ് നീ പറയുന്നത്. ഓക്കെ, എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. നമുക്ക് എന്തായാലും ഓഡിയൻസിന്റെ അഭിപ്രായം തന്നെ കേട്ടിട്ട് അതിനൊരു കൺക്ലൂഷൻ എടുക്കാം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സിനിമകൾ, ചർച്ചകൾ, അടികളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ സൈനിങ് ഓഫ്.